ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ കണ്ടന്റ്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തോ ഈ സംഭവം നമ്മൾ കണ്ടന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റുവാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളോട്ട് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ദാ ഈ ബാക്കിൽ കാണുന്ന ഈ മരമാണ് കേട്ടോ. ഇതെന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലുണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ വലിയ ചേമ്പ മരം, അതായത് വെള്ള ചേമ്പയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതിലിപ്പോൾ നിപ്പുണ്ട്. അതങ്ങനെ അതിൻ്റെ സൈസായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇത് കാണുമായിരിക്കും, എന്നാലും ഈ വീഡിയോ ഒന്ന് കണ്ടു സഹായിക്കുക. കാരണം നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ലോങ് വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആവത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ കിട്ടത്തുള്ളൂ അതിൽ നിന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാര്യങ്ങളോട്ട് പോയാലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് നമ്മൾ മേടിച്ചാണ് കേട്ടോ. അതായത് ഒരു തൈ വന്നിട്ട് 25 രൂപയോ അങ്ങനെ എന്തോ രീതിയിൽ നമ്മൾ മേടിച്ചാണ്. ഇതിൻ്റെ കൂടെ 2 ചേമ്പയും വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു വരിക്കച്ചക്ക അതിൻ്റെ തൈ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് പേരത്തൈ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് നമ്മൾ മേടിച്ചത് സപ്പോട്ട. അപ്പം അതിൽ ബാക്കിയെല്ലാം നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞ് 3 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതങ്ങനെ 3 വർഷമൊന്നും ആയിട്ടില്ല, ഏകദേശം 2 വർഷമൊക്കെ കഴിഞ്ഞേക്കേ ഉള്ളൂ ആയിരിക്കും. അപ്പം അത് സംഭവം ഇപ്പോൾ പൂ നമ്മൾ ഷോർട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ വരുന്നുണ്ട്. ഓരോ ഘട്ടം എന്ന് പറയുന്നത് പോലെ അതിൻ്റേതായ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ജാമ്പ മരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. പക്ഷേ വളർന്നു വന്നു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പോൾ എന്തുകൊണ്ടും അവർ പറയുന്നത് നല്ല രീതിയിൽ വളർത്തൊന്നുമില്ല, നല്ല പൊക്കത്തിയൊന്നും പോകില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചു കിട്ടത്, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങ് താഴെ ഒരു 4-5 കാവന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ട്, അങ്ങ് ഉയരമുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് മേടിച്ചത് 25 രൂപയ്ക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം 2.5 വർഷമൊക്കെ ആയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പൂ വന്ന് കുറേ പൂ തൊഴിഞ്ഞു പോയി. പക്ഷേ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിന് കാവൊന്നും കിട്ടത്തില്ല എന്ന്. പക്ഷേ എന്നാലും വീണ്ടും നമുക്ക് പിടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നേരെ കാണിച്ചു തരാവേ. ഈ നിൽക്കുന്ന കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിൽ എങ്ങനെ പോയാലും ഒരു 7-8 പൂവുണ്ടായിരുന്നേ. ബാക്കി പൂവെല്ലാം താഴെ കിടപ്പുണ്ട്, എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് 2 മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോയി. മഴയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എല്ലാം കൊഴിഞ്ഞു പോയി. പക്ഷെ നമുക്ക് 2 കിട്ടി കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. വേറെ അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ, അതും കൂടെ കാണിച്ചു തരാവേ. ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു. എന്തുകൊണ്ടും കൊള്ളാം. ഇത് അങ്ങ് കുറച്ച് നിൽക്കുന്നുണ്ടോ. ഇത് വന്നിട്ട് ഇതും പൂത്തിട്ട് നിൽക്കുന്നതാണ്. പൂവൊക്കെ വന്നിട്ട് നിൽക്കുന്നതാണ്. അതും ഏകദേശം ഒരു 3-4-5 നിൽപ്പുണ്ട്. പിന്നെ വന്നിട്ട് അതുകൊണ്ട് അങ്ങ് നിൽപ്പുണ്ട് കണ്ടോ. അവിടെ 2 നിൽപ്പുണ്ട്. പിന്നെ വന്നിട്ട് എവിടെ നിൽക്കുക, ഞാൻ എവിടെ കണ്ടായിരുന്നു ഗൈസ്. ഇത് അങ്ങ് നിൽപ്പുണ്ട് കണ്ടോ, അവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ എങ്ങനെ പോയാലും ഏകദേശം ഒരു 10-12 നമുക്ക് നിൽപ്പുണ്ട്, അങ്ങ് ഉയരേ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൂടെ നമ്മൾ സപ്പോട്ട തൈയും കൂടെ വാങ്ങിച്ചെന്ന്. അപ്പോൾ അതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുത്ത് ദോണ്ട നിൽപ്പുണ്ട്. ഇതിൻ്റെ വന്നിട്ട് കണ്ടോ, ഇത്ര ആയതേ ഉള്ളൂ. ഞാൻ കറക്റ്റ് നേരെ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത് വന്നിട്ട് ജാമ്പ മരം നല്ല രീതിയിൽ വളർന്നു നിൽപ്പുണ്ടേ. പക്ഷേ ഈ സപ്പോട്ട മരം കണ്ടോ, ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിലായിപ്പോയപ്പോൾ സംഭവം അത് വെയിലൊന്നും കിട്ടാതെ വളരാതെ നിന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂമായിരുന്നു. ചെറിയൊരു വീഡിയോ, ഏകദേശം ഒരു 5 മിനിറ്റ് അകത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റേതായ രീതിയിൽ പൂ വിരിയാറൊക്കെ ആയി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ അതാണ് ഇടുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.